ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബൂന്തി ലഡ്ഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിൽ കട്ടകളുണ്ട്. അത് നമ്മൾ തെള്ളുമ്പോൾ ആ കട്ടകളെല്ലാം പോകും. കുറേശ്ശെ ഇട്ട് നമ്മൾ തെള്ളിയെടുക്കണം. ഈ പൊടി നമ്മൾ തെള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് കളറിന് വേണ്ടി നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി ഇടുവാണേ. ലേശ ഉപ്പ് കൂടി പോവല്ലേ. ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കാം. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ നമ്മൾ കലക്കിയെടുക്കാം. വെള്ളം നീണ്ടുപോലെ നമ്മുടെ ദോശമാവിൻ്റെ പാകത്തിലേ ആകാവുള്ളൂ. ഞാൻ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെ രീതിയിൽ ഇതുപോലെ വരണം. ബൂന്തി ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഗ്യാസിൽ ഒരു സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു തവി എടുത്തിട്ട് ഈ തവിയിലൊഴിച്ച് നമുക്കിത് ഉണ്ടാക്കാം. ഇത് നമുക്കൊന്ന് മറിച്ച് ഇളക്കി കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ഇത് കോരിയെടുക്കണം. ഇത് ഒത്തിരി മൂത്ത് പോകല്ലേ. അങ്ങനെ നമ്മുടെ ബൂന്തി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മുന്തിരിങ്ങയും കശുവണ്ടിയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നെയ്യിൽ വറുത്ത് അതിലേക്ക് ഇടുക. ഇതിലേക്ക് നമ്മൾ ഈ വറുത്തോണ്ട് വന്ന നെയ്യ് ഉൾപ്പെടെ ഒഴിക്കുക. ഈ കപ്പിൽ ഞാൻ 2 കപ്പ് പൊടിയാണ് എടുത്തിരുന്നത്. ഇതിൽ ഞാൻ 1.5 കപ്പ് പഞ്ചസാര എടുത്തു. ഇത് നമുക്കൊന്ന് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാരയുടെ പാനിക്കകത്തോട്ട് ഏലക്കാപ്പൊടി ഇച്ചിരി പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നതാണേ. അത് അതിലേക്കിട്ട് ഒന്ന് എടുക്കാം. നമുക്ക് ഈ പാനി ചെറുതായിട്ട് നൂല് പായി വരുന്നുണ്ട്. ഇതിൽ നിന്ന് പകുതി എടുത്ത് നമ്മൾ ഈ ബൂന്തിയിലേക്ക് ഒഴിക്കുക. പാനി ഒഴിച്ചത് ഇത് നമ്മളൊന്ന് ഇളക്കി വെക്കുവാണേ. പകുതി പാനി ഒഴിച്ചത്. അത് എന്തിനാ ചോദിച്ചാൽ ഇതിൽ നമുക്ക് ഇത് മധുരമെല്ലാം പിടിച്ച് ഇത് കുടിച്ചിരിക്കും. ശരിക്കും മധുരം പിടിച്ചിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് പാനി ഒഴിച്ചത്. ഇനി ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ മറ്റേ പാനി നല്ല ഉണ്ടയാക്കുന്ന പരുവത്തിൽ നൂല് പാകുമ്പോൾ വേണം ഇതിൽ നമുക്ക് ഒഴിക്കാൻ. ഇപ്പം നമ്മുടെ പാനി നന്നായി നൂല് പാകിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ബൂന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടയാക്കി എടുക്കാം എല്ലാം. അങ്ങനെ ഇവിടെ ബൂന്തി ലഡ്ഡു തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.